40 മിനിറ്റ് എടുത്തില്ലേ? 40 എടുത്തിണ്ടാവില്ലേ? 30 മിനിറ്റിനടുത്ത് ക്യൂ ഉണ്ടായിരുന്നു. എന്തായാലും ജനങ്ങൾ രാവിലെ തന്നെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കാൻ വേണ്ടി വരുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ സാഹചര്യമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അനുഭവം വെച്ചുകൊണ്ട് കാണാൻ സാധിക്കുന്നത്. അല്ല, നേരത്തെ പറഞ്ഞാണല്ലോ LDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരണം ജനം ആഗ്രഹിക്കുന്നു. മലയാളിയുടെ പ്രത്യേകത ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുന്ന ജനങ്ങളാണ്. ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ കാണാൻ പറ്റില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിന്തിക്കുന്നത് പോലെയല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ ചിന്തിക്കുന്നത് പോലെയല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ മലയാളി ചിന്തിക്കുന്നത്. കേരളത്തിൽ ഒരുമിച്ച് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്ന വർഷങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിച്ചാൽ തന്നെ അത് കാണാൻ പറ്റും. 1991, 1996 ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും കേരളത്തിൽ ഒരുമിച്ചായിരുന്നല്ലോ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഒരു ബൂത്തിൽ തന്നെ വ്യത്യസ്ത രീതിയിൽ മുന്നണികൾക്ക് 2 ലോക്സഭയിലും നിയമസഭയിലും വോട്ട് ലഭിച്ചത് കാണാൻ സാധിക്കും. അതായത് ഒരു 100-800 വോട്ടർമാരുള്ളൊരു ബൂത്തിൽ ഒരു 10, 200, 250 പേർ നിയമസഭയിൽ ചെയ്തവർക്കല്ല ലോക്സഭയിൽ ചെയ്തിട്ടുള്ളത്. അത് വലിയൊരു മാറ്റമാണ്. ഒരു മനുഷ്യൻ പോളിംഗ് ബൂത്ത് പോയാൽ ലോക്സഭയിലേക്ക് ഒരു മുന്നണിക്കും നിയമസഭയിലേക്ക് വേറെ മുന്നണിക്കും വോട്ട് ചെയ്യുന്ന സ്ഥിതിയാണ് കാണാൻ സാധിക്കുന്നത്. കേരളം എടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഭരണത്തെക്കുറിച്ചാണ് ചിന്തിക്കുക. പവർ കട്ട് പുതിയ കുട്ടികൾക്ക് എന്താണെന്നറിയില്ല. ഒരു കാലം പവർ കട്ടിൻ്റെ കാലമായിരുന്നു UDF ഭരിക്കുമ്പോൾ. ഇന്ന് അത് എന്താണെന്ന് പോലും അറിയില്ല. ഈ 10 കൊല്ലം സർക്കാർ ആശുപത്രികൾ അടച്ചുപൂട്ടുന്നില്ല, മുമ്പതുണ്ടായിരുന്നു. സർക്കാർ സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഹൈടെക് ക്ലാസ് മുറികളായി ഈ 10 വർഷം സർക്കാർ സ്കൂളുകൾ മാറി. UDF ഭരിക്കുമ്പോൾ അതല്ലായിരുന്നു. സർക്കാർ സ്കൂളിൽ കുട്ടികൾ കൊഴിഞ്ഞു പോക്കുണ്ടായിരുന്നു. ഒരു 30 കൊല്ലം അപ്പുറത്തേക്കുള്ള റോഡും പാലവും കെട്ടിടവും കേരളത്തിൽ ഇന്ന് വന്നു. മുമ്പ് എന്താണ് അവസ്ഥ എന്ന് ഞാൻ പറയേണ്ടതില്ല. തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. ഇതിലെല്ലാം ഉപരി ഈ 10 വർഷം ഒരു വർഗീയ കലാപം പോലും ഈ കേരളത്തിലില്ല. മുമ്പതല്ലായിരുന്നു. ഇതൊക്കെ ജനം ചിന്തിക്കുന്നു. കേരളം ഇപ്പോൾ സേഫാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ തമ്മിലടിയില്ല, അഴിമതിയില്ല, മറ്റ് ബഹളങ്ങളില്ല, കാര്യങ്ങൾ നടക്കുന്നു, പെൻഷന് മുടങ്ങുന്നില്ല. പൃഥ്വിരാജ് വോട്ട് ചെയ്ത് മടങ്ങിയപ്പോൾ മന്ത്രി ബേപ്പൂരിലെ LDF സ്ഥാനാർത്ഥിയുമായ P. മുഹമ്മദ് റിയാസ് സംസാരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.